ഹായ് ഫ്രണ്ട്സ്, ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസിന്റെ ആദ്യത്തെ 13 എപ്പിസോഡായിരുന്നു നമ്മൾ കണ്ടു നിർത്തിയത്. നമുക്കിനി ബാക്കി എപ്പിസോഡ് കാണാം. അങ്ങനെ സു ആണെങ്കിൽ യൂജുവിന് സ്പെഷ്യലായിട്ട് ഒരു കെയർ കൊടുക്കുന്നുണ്ട് എന്ന് തോന്നിയ യുന്നാണെങ്കിൽ അടുത്ത ദിവസം തന്നെ സുവിനെ കണ്ട് സംസാരിക്കുന്നു. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ പറ്റി ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു നോവൽ എഴുതുന്നുണ്ട്. അതും ടീച്ചേഴ്സിന്റെ ഇടയിലെ ലവ് സ്റ്റോറിയാണ് ആ പെൺകുട്ടി എഴുതുന്നത്. അതാരാണെന്ന് അറിയാവോ? അത് യൂജു ആണ് എന്നൊക്കെ യുൻ പറയുന്നു. അത് എനിക്കറിയാം എന്ന് സു മറുപടി പറയുന്നു. എന്നാൽ പിന്നെ സാറ് ആ നോവലൊന്ന് വായിക്കണം എന്നും പറഞ്ഞ് യുന്നാണെങ്കിൽ ആ നോവൽ സൂനെ കാണിക്കാൻ പോയ സമയത്താണ് അവൾക്കൊരു ഡൗട്ട്. സൂനാണെങ്കിൽ യൂജു ഈ നോവൽ എഴുതിയ കാര്യം അറിയാം. അപ്പോൾ പിന്നെ സു ഈ നോവൽ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ യുൻ സംശയിക്കുന്നു. യുന്നാണെങ്കിൽ അത് സൂനോട് തന്നെ ചോദിക്കുന്നു. എന്നാൽ സു ആണെങ്കിൽ അതിന് ഒരു മറുപടിയും നൽകുന്നില്ല. അതിൽ നിന്ന് തന്നെ സു ആണെങ്കിൽ ആ നോവലെല്ലാം വായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യുന്നിനും മനസ്സിലായി. ഇത് വായിച്ചിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അവൾക്കെതിരെ ഒന്നും ചെയ്യാതിരുന്നത്? എന്തിനാണ് നിങ്ങൾ അവൾക്ക് സ്പെഷ്യലായിട്ട് ഒരു കെയർ കൊടുക്കുന്നത് എന്നെല്ലാം യുൻ ചോദിക്കുന്നു. അവൾക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് കെയർ ഒന്നും കൊടുക്കുന്നില്ല, എല്ലാരെയും ഞാൻ ഒരേപോലെ കാണുന്നുള്ളൂ എന്നൊക്കെ സു മറുപടി പറയുന്നു. എന്നാലും സു ആണെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും യൂജുവിനെതിരെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ യുന്നാണെങ്കിൽ ആകപ്പാട് ദേഷിക്കുന്നു. ദേഷ്യപ്പെട്ട് യുന്നാണെങ്കിൽ നേരെ വാഷ്റൂമിലേക്കാണ് പോകുന്നത്. യുന്നാണെങ്കിൽ അവളുടെ ഫോൺ എടുത്ത് എന്തോ ചെയ്യുന്നുണ്ട്. അതേസമയം യൂജു ആണെങ്കിൽ സ്കൂളിലേക്ക് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്താണ് അവൾക്ക് ഒരു മെസ്സേജ് വരുന്നത്. സ്കൂൾ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത്. എന്താണെന്ന് കാണിക്കുന്നില്ല, പക്ഷെ അത് കണ്ട് യൂജു ആണെങ്കിൽ ആകപ്പാട് പേടിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, യൂജു എഴുതിയ ആ നോവലാണ് ഗ്രൂപ്പിൽ ആരോ അയച്ചിരിക്കുന്നത്. ആരായിരിക്കും എന്ന് മനസ്സിലായല്ലോ, വേറെ ആരുമല്ല യുൻ തന്നെ. ഇതാണെങ്കിൽ ആ സ്കൂളിലെ എല്ലാ പെൺകുട്ടികളും വായിക്കുന്നു. വായിച്ച എല്ലാവർക്കും തന്നെ ഈ സ്കൂളിലെ 4 സാറുമാരെ പറ്റിയാണ് ആ റൈറ്റർ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതേസമയം ഇത് ഗോയയും വായിക്കുന്നു. ഇത് വായിച്ച പാടെ ഗോയയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ഗോയയാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് യൂജും അങ്ങോട്ടേക്ക് വരുന്നത്. ഗോയയാണെങ്കിൽ യൂജുനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. നീയാണോ ഇതെല്ലാം എഴുതിയത് എന്ന് ഗോയയാണെങ്കിൽ യൂജുവിനോട് ഡയറക്റ്റ് ആയി തന്നെ ചോദിക്കുന്നു. യൂജും അതിനെല്ലാം സമ്മതിക്കുന്നുണ്ട്. നീ ഇതിനെ പറ്റി എന്താ എന്നോട് പറയാതിരുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവത്തില്ല എന്നാണോ നീ വിചാരിച്ചത് എന്നൊക്കെ ഗോയയാണെങ്കിൽ യൂജുവിനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമല്ല, എനിക്ക് നിന്നോട് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടുമല്ല ഞാൻ നിന്നോടൊന്നും പറയാതിരുന്നത്. എനിക്ക് കുറച്ച് ചമ്മലായിരുന്നു എന്നൊക്കെ യൂജു ആണെങ്കിൽ ഗോയയോട് പറയുന്നു. സ്കൂളിൽ മുഴുവൻ ഇപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കുന്നു. യൂജുവിനാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ടാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഗോയയാണെങ്കിൽ യൂജുവിനെ കൂടുതലൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ഗോയ അവളെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം യുൻ എന്താ ചെയ്തേന്നറിയോ? യുന്നാണെങ്കിൽ നേരെ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. യുന്നാണെങ്കിൽ ആ നോവലെല്ലാം കാണിച്ചിട്ട് ഇത് യൂജു ആണ് എഴുതിയത് എന്നുള്ള കാര്യം പ്രിൻസിപ്പലിനെ അറിയിക്കുന്നു. പ്രിൻസിപ്പൽ ആണെങ്കിൽ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിരുന്നില്ല. യുന്നാണെങ്കിൽ ഇപ്പോൾ അതും അറിയിച്ചിരിക്കുന്നു. അങ്ങനെ ക്ലാസ്സിലേക്ക് എത്തിയ യുന്നിന്റെ അടുത്തേക്ക് യൂജുന്റെ 2 ഫ്രണ്ട്സ് ഇല്ലേ, അവര് വന്ന് സംസാരിക്കുന്നു. യൂജു ആണ് ആ സ്റ്റോറി എല്ലാം എഴുതിയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്നൊക്കെ ആ ഫ്രണ്ട്സ് ആണെങ്കിൽ യുന്നിനോട് ചോദിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ വെച്ച് സു പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ആ നോവലിലുണ്ട്. അത് മാത്രമല്ല, എക്സ്ട്രാ ക്ലാസ് സമയത്തും സു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ നോവലിലുണ്ട്. നമ്മുടെ ക്ലാസ്സിലും എക്സ്ട്രാ ക്ലാസ്സിലും കോമൺ ആയിട്ടിരിക്കുന്നത് ഞാനും യൂജു മാത്രമാണ്. എന്തായാലും ഞാനല്ല ആ നോവൽ എഴുതുന്നത്. അപ്പോൾ പിന്നെ ആരായിരിക്കും? അത് യൂജു തന്നെയായിരിക്കും എന്നൊക്കെ യുന്നാണെങ്കിൽ അവരോട് പറയുന്നു. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കും, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ഫ്രണ്ട്സ് ആണെങ്കിൽ യുന്നിനോട് പറയുന്നു. എന്നാൽ യുന്നിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ യൂജു ആണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റിയാണ് നോവൽ എഴുതിയിരിക്കുന്നത്. അതും അവരുടെ ഇടയിലുള്ള ലവ് സ്റ്റോറി. നാളെ അവളാണെങ്കിൽ നമ്മളെ പറ്റി നോവൽ എഴുതത്തില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുവോ? ഗേൾസിന്റെ ഇടയിലുള്ള ലവ് സ്റ്റോറി, അതും നമ്മളെ പറ്റി അവൾ എഴുതത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ആ സമയത്താണ് സംസാരിച്ചിട്ട് ഗോയം യൂജും അങ്ങോട്ടേക്ക് എത്തുന്നത്. കൂട്ടുകാരികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വിഷയം മാറ്റുന്നുണ്ട്. നോർമലായിട്ട് തന്നെയാണ് അവരാണെങ്കിൽ യൂജുവിനോട് പെരുമാറുന്നതും. എന്നാൽ ബാക്കിയുള്ള പിള്ളേരൊന്നും അങ്ങനെയല്ല. ഡിസിപ്ലിനറി കമ്മിറ്റി വെച്ച് കഴിഞ്ഞാൽ നിന്റെ പേരൻസിനോട് നീ കാര്യമെല്ലാം പറയേണ്ടി വരും. ഇതെല്ലാം ഇപ്പോൾ എനിക്കാണ് സംഭവിച്ചെങ്കിൽ ഒരിക്കലും എന്റെ പേരൻസിന്റെ അടുത്ത് ഞാൻ ഇതേപോലെ ഒരു ലവ് സ്റ്റോറി എഴുതുന്നുണ്ട്, അതും ബോയ്സിന്റെ ഇടയിലെ ലവ് സ്റ്റോറിയാണ് എഴുതുന്നത് എന്നൊന്നും എന്റെ പേരൻസിന്റെ അടുത്ത് പറയാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകൊച്ചാണെങ്കിൽ യൂജുവിനെ അവിടെ ഇരുന്ന് കളിയാക്കുന്നു. ഇത് കേട്ട ഗോയയ്ക്കും ഫ്രണ്ട്സിനും ആകെപ്പാടെ ദേഷ്യം വരുന്നു. അവരാണെങ്കിൽ നേരെ ചെന്ന് ആ പെൺകൊച്ചിനോട് വഴക്കിടുന്നു. യൂജുവിനെ ഇത്രയും കളിയാക്കിയത് കൊണ്ടാണ് അവളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് സു ക്ലാസ്സിലേക്ക് എത്തിയത്. സു ആണെങ്കിൽ എല്ലാരോടും സീറ്റിൽ കയറിയിരിക്കാൻ പറഞ്ഞിട്ട് യൂജുവിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവര് രണ്ടുപേരും സംസാരിക്കുന്നു. സാറ് ഇത് നേരത്തെ അറിഞ്ഞിട്ടില്ല എന്ന രീതിയിൽ നിന്നാൽ മതി. സാറിനൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ യൂജു പറയുന്നു. നിനക്ക് എന്തായാലും ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുന്നിൽ വരേണ്ടി വരും. ആ സമയത്ത് നീ അവരോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നെല്ലാം ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ഇതിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബാക്കി റെസ്പോൺസിബിലിറ്റി നീ തന്നെ എടുക്കണം. എനിക്കറിയാം ഈ പ്രശ്നം കൊണ്ട് നീ ആകെപ്പാട് ഡൗൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇത് നിന്റെ ലൈഫിന്റെ അവസാനമൊന്നും അല്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കും അറിയില്ല, പക്ഷെ നീ അതിലൊന്നും പേടിക്കണ്ട എന്നൊക്കെ സു പറയുന്നു. അങ്ങനെ സു ആണെങ്കിൽ അവളെ നേരെ കൊണ്ടുപോകുന്നത് പ്രിൻസിപ്പലിന്റെ അടുത്തേക്കാണ്. പ്രിൻസിപ്പൽ ആണെങ്കിൽ ആകെപ്പാടെ കലിപ്പിലാണ്
ഇരിക്കുന്നത്. സ്കൂളിന് ഇതിന്റെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവ് വരുമോ എന്നൊക്കെയാണ് അവർക്ക് പേടി. യൂജു ചെയ്ത കാര്യങ്ങളൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ യൂജു ആണെങ്കിൽ ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുന്നിലെത്തണം. യൂജു മാത്രമല്ല, യൂജുവിന്റെ പേരൻസും അതേപോലെ തന്നെ ഈ സ്റ്റോറിയിലുള്ള 4 ടീച്ചേഴ്സും ഡിസിപ്ലിനറി കമ്മിറ്റിയുടെ മുന്നിലെത്തണം എന്നൊക്കെയാണ് പ്രിൻസിപ്പൾ പറയുന്നത്. അതേസമയം യൂനും ഡേജുനും ജിയോണും ഇപ്പോഴാണ് യൂജു എഴുതിയിരിക്കുന്ന ആ നോവലെല്ലാം വായിക്കുന്നത്. ഇതെല്ലാം വായിച്ചിട്ട് ഡേജുനാണെങ്കിൽ ആകെപ്പാട് ദേഷ്യം വരുന്നു. കാര്യം ആ നോവലില് ഡേജുനെ മാത്രമാണ് ഒരു കോമാളി ക്യാരക്ടറായിട്ട് യൂജു എഴുതിയിരിക്കുന്നത്. അത് വായിച്ചിട്ട് ഡേജുനാണെങ്കിൽ ആകെപ്പാട് ദേഷ്യപ്പെടുന്നു. നമുക്ക് അവൾക്കെതിരെ ഡിഫോമേഷന് കേസൊക്കെ കൊടുക്കാം, അവളെ നമുക്ക് കോടതി കയറ്റി ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നു. അതേസമയം യൂനാണെങ്കിൽ അതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുവാണ്. റിയൽ ലൈഫും ഫിക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അവൾക്കറിയില്ല. അതുകൊണ്ടാണ് അവളുടെ സ്റ്റോറിയിൽ അവളെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ യൂൻ പറയുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് നമുക്ക് അവളുടെ എതിരെ കേസ് കൊടുക്കാം എന്നൊക്കെ ഡേജുൻ പറയുന്നു. ഡേജുനെ ഒരു കോമാളി ക്യാരക്ടറാക്കിയ ദേഷ്യം കൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം പറയുന്നത്. അവൾ ഈ നോവൽ എഴുതിയത് കൊണ്ട് തന്നെ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. നമ്മൾ എന്താണോ പറയാൻ പോകുന്നത് അതേപോലെ ആയിരിക്കും അവളുടെ ലൈഫ് മാറാൻ പോകുന്നത് എന്നൊക്കെ യൂൻ പറയുന്നു. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിൻസിപ്പലിനോട് സംസാരിച്ചു കഴിഞ്ഞ് സൂം അങ്ങോട്ടേക്ക് എത്തുന്നത്. സൂ വന്ന പാടെ ഡേജുൻ ആണെങ്കിൽ അവൾക്ക് പണിഷ്മെന്റ് മേടിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. യൂനിനും ജിയോണിനും അവൾക്ക് പണിഷ്മെന്റ് മേടിച്ചു കൊടുക്കണം എന്നില്ല. പക്ഷെ ഡേജുന് അങ്ങനെയല്ല. നമുക്ക് ഇതിനെ പറ്റി ഒരു ഡിസിഷൻ എടുക്കണം എന്നൊക്കെ സൂ പറയുന്നു. അവര് എന്ത് ഡിസിഷനാണ് എടുത്തത് എന്ന് നമ്മളെ കാണിക്കുന്നില്ല. അതേസമയം യൂജു ആണെങ്കിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ വീട്ടിൽ പറയും എന്നൊക്കെ ടെൻഷനിലായിരുന്നു യൂജു. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് അവളുടെ അച്ഛനും എത്തുന്നത്. അവളുടെ മുഖം കണ്ടപാടെ അവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന കാര്യം അവളുടെ അച്ഛന് മനസ്സിലായി. അച്ഛനും അവളോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നുണ്ട്. എന്നാൽ അവളാണെങ്കിൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. താൻ കുറച്ച് ടയേർഡാണ് എന്നാണ് യൂജു പറയുന്നത്. എന്നാൽ അതൊന്നും അല്ല കാര്യം, വേറെ എന്തോ അവളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം അച്ഛന് മനസ്സിലായി. എന്ത് പ്രശ്നം വന്നാലും അതിൽ തളർന്നു പോവരുത്. ആ പ്രശ്നമൊന്നും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമൊന്നുമല്ല. എനിക്ക് തന്നെ നിന്റെ ഈ പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ടും ഞാൻ ജീവിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് യൂജുവിന്റെ അച്ഛൻ അവളെ ആണെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു അച്ഛനല്ലേ. എന്താണ് മകളുടെ പ്രശ്നം എന്നൊന്നും അറിയില്ല, എന്നിരുന്നാലും മകളെ മോട്ടിവേറ്റ് ചെയ്ത് മകളുടെ കൂടെ തന്നെ നിൽക്കുന്നു. എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയ യൂജു ആണെങ്കിലും അച്ഛനെ അമ്മയെ വിളിച്ചിരുത്തി തനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുന്നു. താൻ 8ാം ക്ലാസ് മുതലാണ് നോവൽ എഴുതാൻ തുടങ്ങിയത്. ഇത്രയും വർഷമായിട്ടും അതൊന്നും ആരും തന്നെ വായിച്ചിരുന്നില്ല. എന്നാൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് എഴുതിയ നോവൽ അത് കുറച്ച് ഫേമസ് ആയി. ഒരുപാട് ആൾക്കാർ അതെല്ലാം വായിച്ചു. എന്നാൽ ഞാനാണെങ്കിൽ ആ നോവലിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സിനെ പറ്റിയാണ്. ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളിലും അറിഞ്ഞു. പേരൻസിനെ കൊണ്ടുവരണം എന്നാണ് സ്കൂളുകാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് യൂജു ആണെങ്കിൽ അവളുടെ ലാപ്ടോപ്പ് അവിടെ വെച്ച് അകത്തേക്ക് പോകുന്നു. പേരൻസിനെ സ്കൂളിലേക്ക് വിളിപ്പിക്കാനും മാത്രം അവൾ എന്ത് നോവലാണ് എഴുതുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് അവരാണെങ്കിൽ അതെല്ലാം വായിക്കുന്നു. ഇതെല്ലാം വായിച്ച് യൂജുവിന്റെ പേരൻസും ആകെപ്പാട് ഷോക്കായി. അങ്ങനെ യൂജു അതിനെല്ലാം ശേഷം അവളുടെ ലാപ്പിന് മുന്നിലാണ് ഇരിക്കുന്നത്. ഒരു പോസ്റ്റ് ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോവലില്ലേ, ആ നോവലിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഞാൻ എന്റെ റിയൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അവരെ നിരന്തരം വീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ നോവൽ എഴുതിയിരിക്കുന്നത്. അവരുടെ പെർമിഷൻ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഇതിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. എന്റെ ഈ പ്രവൃത്തി കൊണ്ട് പലരും വിഷമിക്കുന്നു. ഞാൻ എല്ലാരോടും എന്റെ മനസ്സിൽ തട്ടിയാണ് സോറി ചോദിക്കുന്നത്. ഈ നോവൽ എഴുതുന്ന സമയത്ത് ഞാൻ ഹാപ്പി ആയിരുന്നു, എന്നാൽ ബാക്കിയുള്ളവർക്ക് ഞാൻ അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നോവൽ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് എന്നൊക്കെ യൂജു ടൈപ്പ് ചെയ്യുന്നു. ഇതൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വിഷമത്തോടെയാണെങ്കിലും അവളാണെങ്കിൽ അവളുടെ ആ നോവൽ ഡിലീറ്റ് ചെയ്യുന്നു. യൂജു ആണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. യൂജുവിന്റെ ലൈഫിൽ യൂജു ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അവളുടെ എഴുത്തിനായിരുന്നു. അതാണ് ഇപ്പോൾ അവൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. യൂജുവിനാണെങ്കിൽ ആ വിഷമം താങ്ങാനേ ആവുന്നില്ലായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം യൂജുവും അച്ഛനും അമ്മയും അനിയനും എല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്നാണ് യൂജുവും പേരൻസും ഡിസിപ്ലിനറി കമ്മിറ്റിയിലേക്ക് ചെല്ലേണ്ടത്. അനിയനാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നിന്റെ നോവൽ ഫേമസ് ആയി, അതിൽ നിന്ന് നിനക്ക് പൈസയും കിട്ടും, പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെയാണ് അനിയൻ ചോദിക്കുന്നത്. എന്നാൽ അമ്മയാണെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിക്കുന്നില്ല. നിന്റെ പേരൻസ് എന്ന് വെച്ച് നിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. സ്കൂളുകാർ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് അത് തന്നെയായിരിക്കും ഞങ്ങളുടെയും തീരുമാനം. നിന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ ഒന്നും സംസാരിക്കില്ല എന്നൊക്കെ യൂജുവിന്റെ അമ്മ പറയുന്നു. അങ്ങനെ നമ്മുടെ 4 ടീച്ചേഴ്സും യൂജുവും അച്ഛനും അമ്മയും എല്ലാവരും സ്കൂളിലേക്ക് എത്തിയിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡിസിപ്ലിനറി കമ്മിറ്റിയിലെ അംഗങ്ങളും എത്തിയത്. പ്രിൻസിപ്പൽ ആണെങ്കിൽ യൂജു ചെയ്ത കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ട് ഇനി എന്താണ് തീരുമാനം എന്നൊക്കെയാണെങ്കിൽ ആ അംഗങ്ങളോട് ചോദിക്കുന്നു. അവരാണെങ്കിലും യൂജുവിന് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പ്രിൻസിപ്പൽ ആണെങ്കിൽ യൂജുവിന്റെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ തിരക്കി. യൂജുവിന്റെ അമ്മ ആദ്യം തന്നെ എല്ലാരോടും സോറി ചോദിക്കുന്നു. എല്ലാം എന്റെ തെറ്റാണ്, ഞാൻ അവളെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. എന്നിരുന്നാലും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ
ചെയ്യുന്നതിൽ നിന്ന് മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അവളെ തടയാൻ സാധിക്കുന്നത്? പ്രത്യേകിച്ചും അവൾ ഞങ്ങളോട് എല്ലാം ഷെയർ ചെയ്യുന്ന സമയത്ത്. ഇത് മാത്രമാണ് അവളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരേ ഒരു കാര്യം. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായം അവൾക്കായിട്ടില്ല. അവളുടെ പ്രായം കൂടെ കണക്കാക്കിയിട്ട് എല്ലാവരും അവളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് യൂജുവിന്റെ അമ്മയാണെങ്കിൽ എല്ലാവരോടും സോറി ചോദിക്കുന്നു. കൂട്ടത്തിൽ തന്നെ അവളുടെ അച്ഛനും സോറി ചോദിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പറഞ്ഞിരുന്നത്. അവളെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് തന്നെയായിരുന്നു വീട്ടിൽ വെച്ച് അമ്മ പറഞ്ഞിരുന്നത്. എന്നാൽ സ്കൂളിൽ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മ തന്നെയാണ്. അങ്ങനെ പ്രിൻസിപ്പൽ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെ നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുന്നു. ഡേജനാണ് എണീറ്റ് നിന്ന് സംസാരിക്കുന്നത്. അവളുടെ സ്റ്റോറി കണ്ടിട്ട് ഞങ്ങൾ ആകെപ്പാട് ഷോക്കായി. അതുകൊണ്ട് ഞാൻ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെ ചെയ്താൽ മതി എന്നൊക്കെ ഡേജൻ പറയുന്നു. പ്രിൻസിപ്പലിനാണെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവരെല്ലാം വിളിച്ച് തിരക്കുന്നത്. ഇപ്പൊ ദാണ്ടര ഡേജൻ ആണെങ്കിൽ പിന്നെയും പ്രിൻസിപ്പൽ തന്നെ തീരുമാനിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പ്രിൻസിപ്പൽ ആണെങ്കിൽ ബാക്കിയുള്ളവരോടും ചോദിക്കുന്നു. യൂനും ജിയോണും ആണെങ്കിൽ യൂജുവിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അവൾക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കാം എന്നൊക്കെയാണ് യൂൻ പറയുന്നത്. അങ്ങനെ ഇവരാണെങ്കിൽ യൂജുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് ഡിസിപ്ലിനറി കമ്മിറ്റിയിലെ അംഗങ്ങൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഇവര് പറയുന്നതൊന്നും കേൾക്കണ്ട, നമുക്ക് ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാം എന്നൊക്കെയാണ് അവര് പറയുന്നത്. അപ്പോഴാണ് സൂ സംസാരിക്കുന്നത്. എനിക്കറിയായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് ഇവൾ സ്റ്റോറി എഴുതിക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണുള്ളത്. ആദ്യം ഞാൻ ഇവളുടെ നോവൽ കണ്ടുപിടിച്ച സമയത്ത് അവളോട് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഞാൻ ആവശ്യപ്പെട്ടതാണ്. പിന്നീട് അവൾക്ക് ഇതിന് പുറത്തുള്ള പാഷൻ കണ്ടിട്ടാണ് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തത്. അവൾ ഇപ്പോഴും കുട്ടിയാണ്. അവളുടെ ശരിക്കുള്ള ടാലന്റ് അവൾ തന്നെ കണ്ടുപിടിച്ചോളും. എല്ലാവരും അത് മനസ്സിലാക്കണം എന്നൊക്കെയാണെങ്കിൽ സൂ പറയുന്നു. ശരി, യൂജുവിന് ഇനി എന്താണ് സംസാരിക്കാനുള്ളത്? നീ ഇനി എന്തായാലും ഈ സ്റ്റോറി എഴുതില്ലല്ലോ എന്നൊക്കെയാണെങ്കിൽ പ്രിൻസിപ്പൽ ചോദിക്കുന്നു. ഞാൻ എഴുതും എന്നൊക്കെയാണെങ്കിൽ യൂജു പറയുന്നു. എന്നാൽ ഇത് കേട്ട് പ്രിൻസിപ്പൽ ആണെങ്കിൽ ആകെപ്പാട് ഞെട്ടുന്നു. എന്ത് പണിഷ്മെന്റും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇന്നു മുതൽ ഞാൻ എന്റെ രീതിക്കായിരിക്കും എഴുതാൻ പോകുന്നത്, എന്റെ സ്വന്തം ഐഡിയ വെച്ച്. എല്ലാരോടും ഞാൻ ആദ്യം തന്നെ സോറി ചോദിക്കുന്നു. അത് മാത്രമല്ല, ഞാൻ എന്റെ നോവല് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയാണെങ്കിൽ യൂജു എല്ലാരോടും പറയുന്നു. എല്ലാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പ്രിൻസിപ്പലിന് തന്നെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ല. 4 ദിവസങ്ങൾക്ക് ശേഷം എന്താണ് തീരുമാനം എന്ന് താൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പ്രിൻസിപ്പൽ പോയപാടെ യൂജുവിന്റെ പേരൻസ് ആണെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിനോട് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. സു ആണെങ്കിലും അവരെല്ലാം സമാധാനിപ്പിച്ചതിന് ശേഷം പ്രിൻസിപ്പലിനെ കാണാനായി പോയി. അതേസമയം യൂജു ആണെങ്കിൽ തന്റെ പേരൻസിനെ പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ള 3 ടീച്ചേഴ്സിനോടും സംസാരിക്കുന്നു. യൂജു ആണെങ്കിൽ മനസ്സിൽ തട്ടി അവരോട് സോറി എല്ലാം ചോദിക്കുന്നുണ്ട്. എന്നാൽ അവര് 3 പേരും ആണെങ്കിലും അതൊന്നും വലിയ കാര്യമല്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. യൂനും ഒരു റൈറ്റർ ആണ്, അതുകൊണ്ട് തന്നെ റൈറ്റർ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമെല്ലാം യൂനാണെങ്കിൽ യൂജുവിനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ യൂജു ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്താണ് ഡേജൻ അവളോട് നിൽക്കാനൊക്കെ പറയുന്നത്. ഞാൻ എന്തായാലും ഡിഫോമേഷന് കേസ് കൊടുക്കാൻ പോവാണ്. ഇതാണെങ്കിൽ ഇങ്ങനെയൊന്നും വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ലോയറിനെ കൊണ്ടുവരും എന്നൊക്കെ ഡേജൻ പറയുന്നു. നീ ഇത്രയ്ക്ക് ചീപ്പായിട്ട് എന്നെ എഴുതരുതായിരുന്നു. ബാക്കിയുള്ളവർ എന്നെ കാണുമ്പോൾ ഒരു കോമാളെ പോലല്ലേ കാണുന്നത്. ഇതിന് നീ ഒരു സമാധാനം പറയണം എന്നൊക്കെ ഡേജൻ പറയുന്നു. ഇവൻ വെറുതെ തമാശ പറയുവാണ്, നീ പൊക്കോ. അവന് കൊടുക്കാൻ പറ്റിയ ക്യാരക്ടർ തന്നെയാണ് നീ അവന് കൊടുത്തിരിക്കുന്നത്. പ്രശ്നമൊന്നുമില്ല, നീ ക്ലാസ്സിലേക്ക് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് യൂനും ജിയോണും അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിടുന്നു. ഡേജൻ ആണെങ്കിൽ ഇപ്പോഴും തന്നെ ഒരു കോമഡി പീസ് ആക്കിയതിന്റെ വിഷമത്തിലാണ്. അങ്ങനെ യൂജുവും വരുന്നത് കാത്തു ഗോയും ഫ്രണ്ട്സ് എല്ലാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് യൂജു എത്തിയത്. യൂജു എത്തിയപാടെ എന്താണ് സംഭവിച്ചത് എന്നെല്ലാവരും തിരക്കുന്നു. അങ്ങനെ യൂജു ആണെങ്കിലും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. 4 ദിവസം കഴിഞ്ഞാലേ എന്തെങ്കിലും അറിയാൻ സാധിക്കുള്ളൂ എന്നും അവൾ പറയുന്നു. ഇതെല്ലാം ആണെങ്കിൽ അവിടെ ഇരുന്ന് യുന്നും കാണുന്നുണ്ടായിരുന്നു. അതേസമയം സു ആണെങ്കിൽ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത്. ഫേമസ് ആയിട്ടുള്ള പല റൈറ്റേഴ്സിന്റെയും എക്സാമ്പിൾ ഒക്കെ സു പറയുന്നുണ്ട്. അതായത് തുടക്കകാലത്ത് അവർക്കാണെങ്കിൽ നെഗറ്റീവ് ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് അവർ ഫേമസ് ആയത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പലിന്റെ മനസ്സ് മാറ്റാനാണ് സു ശ്രമിക്കുന്നത്. എന്നിരുന്നാലും കമ്മിറ്റിയിലുള്ള അംഗങ്ങളാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. സ്കൂളിന്റെ പേര് പോവും എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്നാലും ആ കൂട്ടത്തിലെ ഒരാൾ മാത്രമാണ് യൂജുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവളുടെ ടാലന്റ് മനസ്സിലാക്കി നമുക്ക് അവളെ വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കൂൾ തന്നെയായിരിക്കും ഫേമസ് ആവാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ അവൾ എഴുതിയ നോവലാണെങ്കിൽ ഒരുപാട് പേര് വായിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് അവളുടെ ടാലന്റ് വളർത്തിയെടുത്തൂടാ എന്നൊക്കെയാണ് അയാൾ തിരക്കുന്നത്. അവൾ എഴുതിയ നോവൽ കൂടിപ്പോയാൽ 1000 പേര് വായിച്ചു കാണും. അവൾ എങ്ങനെയാണ് ഫേമസ് ആവാൻ പോകുന്നത് എന്നൊക്കെയാണ് പ്രിൻസിപ്പൽ ചോദിക്കുന്നത്. എന്നാൽ അവളുടെ നോവലാണെങ്കിൽ 1,00,000-ൽ പരം ആൾക്കാർ വായിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കമന്റ്സും. എന്തുകൊണ്ടാണ് ഈ മൂക്ക് നോവൽ നിർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം അയാളാണെങ്കിൽ പ്രിൻസിപ്പലിനെയും കാണിക്കുന്നുണ്ട്. യൂജുവിന്റെ ഫോളോവേഴ്സിനെ കണ്ട് പ്രിൻസിപ്പളും ആകെപ്പാട് ഞെട്ടുന്നു. എനിക്കും ഒന്ന് ഞെട്ടണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ 4 ദിവസങ്ങൾക്ക് ശേഷം യൂജു ആണെങ്കിൽ പ്രിൻസിപ്പലിന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ തന്നെ കമ്മിറ്റി മെമ്പേഴ്സും സുവും ഉണ്ടായിരുന്നു. നീ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. എന്നിരുന്നാലും നിന്റെ ഡ്രീംസ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് 5 ദിവസത്തെ സസ്പെൻഷൻ ആണ്
തരാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് യൂജു ആണെങ്കിൽ ആകെപ്പാട് സന്തോഷിക്കുന്നു. സ്കൂളിൽ നിന്ന് പറഞ്ഞുവിടും എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ദാണ്ടിപ്പോൾ 5 ദിവസത്തെ സസ്പെൻഷനിൽ ഒതുക്കിയിരിക്കുന്നത്. അങ്ങനെ യൂജുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എന്തായി സംഭവം എന്നൊക്കെ അവളോട് തിരക്കുന്നു. 5 ദിവസമേ ഉള്ളൂ സസ്പെൻഷൻ എന്നറിഞ്ഞ അവരും ഹാപ്പി. അങ്ങനെ അവരാണെങ്കിലും അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അങ്ങനെ യൂജു ആണെങ്കിൽ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സൂനെ കാണാൻ വേണ്ടിട്ട് സൂന്റെ വീടിന്റെ വാതൊക്കെ വന്ന് നിൽക്കുന്നു. സൂ ആണെങ്കിലും അവളെ കണ്ടിറങ്ങി വരുന്നു. ആദ്യം തന്നെ അവളാണെങ്കിൽ സൂനോട് താങ്ക് യു ആണ് പറയുന്നത്. ഇതേപോലുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നത്? നിങ്ങളാണെങ്കിൽ പ്രിൻസിപ്പലിനെയും എല്ലാ ടീച്ചേഴ്സിനെയും കൺവിൻസ് ചെയ്തു. നിങ്ങൾ എന്തിനാണ് ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ യൂജു ആണെങ്കിൽ സൂനോട് ചോദിക്കുന്നു. എന്നെ സംബന്ധിച്ച് നീ എന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് ആണ് എന്നൊക്കെ സൂ മറുപടി പറയുന്നു. സൂ വേറെന്തെങ്കിലും പറയാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ സൂ ആണെങ്കിൽ അവന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് ആണ് യൂജു എന്നാണ് പറയുന്നത്. സസ്പെൻഷൻ സമയമല്ലേ, വേറെ പ്രശ്നത്തിലൊന്നും ചാടരുത് എന്നൊക്കെ പറഞ്ഞ് സൂ ആണെങ്കിൽ യൂജുവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. സാധാരണ ആൾക്കാരെ പോലല്ല യൂജു ആണെങ്കിൽ അവളുടെ സസ്പെൻഷൻ സമയം എൻജോയ് ചെയ്താണ് തീർക്കുന്നത്. വെറുതെ ഇരുന്നും ബുക്ക് വായിച്ചും TV കണ്ടും എല്ലാം അവളാണെങ്കിൽ അവളുടെ സമയം നീക്കുന്നു. ഈ വെറുതെ ഇരിക്കുന്നതും ഒരു എൻജോയ്മെന്റ് ഒക്കെയാണല്ലോ. അങ്ങനെ യൂജു ആണെങ്കിലും തന്റെ സസ്പെൻഷൻ കഴിയാനായി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അതേസമയം നമ്മുടെ 4 ടീച്ചേഴ്സും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്യാൻ പോവാണ്. കാര്യങ്ങൾ ഒരു തീരുമാനമാകുന്നതിന് മുന്നേ ഇനി ഒളിച്ചോടില്ല എന്നൊടുവിൽ ഞാൻ തീരുമാനിച്ചു എന്നൊക്കെ സൂ പറയുന്നു. നമ്മളെ പോലെ തന്നെ ഈ 3 പേർക്കും ഇവനിത് എന്തോത്തിനെ പറ്റിയാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അവരാണെങ്കിലും എന്തിനെ പറ്റിയാണ് അവൻ സംസാരിച്ചത് എന്നൊക്കെ തിരക്കി. എന്നാൽ യൂജു ആണെങ്കിൽ എന്താണ് മറുപടി കൊടുത്തത് എന്ന് കാണിക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം സ്കൂളാണ് കാണിക്കുന്നത്. നമ്മുടെ യൂജുവിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ് ഇന്നാണ് യൂജു സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. യൂജുവിനെ കണ്ട് എക്സൈറ്റഡ് ആയ ഫ്രണ്ട്സ് ആണെങ്കിൽ അവൾക്ക് ഒരുപാട് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ 5 ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നെല്ലാം കൂട്ടുകാരികളും തിരക്കി. ഇതെല്ലാം ആണെങ്കിൽ യുന്നും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ യുന്നാണെങ്കിൽ യൂജുവിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. അവളാണെങ്കിൽ യൂജുവിനോട് ചെയ്ത കാര്യങ്ങൾക്കെല്ലാം സോറി ചോദിക്കുവാണ്. സു ആണെങ്കിൽ യൂജുവിനെ ഒരുപാട് കെയർ ചെയ്യുന്നതായിട്ടാണ് യുന്നിന് തോന്നിയത്. ആ ഒരു ദേഷ്യത്തിലാണ് താൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്നൊക്കെയാണ് യുൻ പറയുന്നത്. യൂജും അവളോട് ക്ഷമിച്ചെല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ചെല്ലുന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ്. അവിടെയാണെങ്കിൽ നാദുലിന്റെ ഒരു ക്ലാസ് നടക്കുവാണ്. അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് പോകുന്നത്. എന്നാൽ ആ സമയത്താണ് യൂജുവിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. സു ആണ് മെസ്സേജ് അയച്ചത്. വേറൊന്നുമല്ല, ആ ഓഡിറ്റോറിയത്തിന്റെ AC-യുടെ റിമോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് സു ആണെങ്കിൽ യൂജുവിനെ വിളിച്ചത്. അങ്ങനെ അവളാണെങ്കിൽ അതെടുക്കാൻ പോയ സമയത്താണ് നാദുൽ അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നത്. നാദുലിനോട് പോയി സംസാരിക്കുന്നൊക്കെയുണ്ട് യൂജു. നാദുലിനാണെങ്കിലും സ്റ്റേജിൽ കയറി പ്രസന്റ് ചെയ്യാനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. യൂജു സംസാരിച്ച് അവളെ കംഫോർട്ട് ചെയ്യുന്നു. ആ സമയത്താണ് അങ്ങോട്ടേക്ക് സു എത്തിയത്. സു ആണെങ്കിൽ നാദുലിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം സു നോക്കി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം നാദുലിന്റെ പ്രസന്റേഷൻ കേട്ടുകൊണ്ടിരിക്കുവാണ്. നല്ല രീതിയിൽ തന്നെയാണ് നാദുൽ പ്രസന്റേഷൻ എല്ലാം എടുത്തത്. അങ്ങനെ അതിനെല്ലാം ശേഷം സു ആണ് അവരുടെ ഫോട്ടോ എല്ലാം എടുത്തു കൊടുക്കുന്നത്. യൂജു ആണെങ്കിലും സുവിനെ കൊണ്ട് ഫോട്ടോ എല്ലാം എടുപ്പിക്കുന്നുണ്ട്. അങ്ങനെ നാദുലിനെ പറഞ്ഞു വിടാൻ വേണ്ടിട്ട് സുവും പോയി. ഇവര് രണ്ടുപേരും പോകുന്നത് യൂജുവും ഗോയയും നോക്കി നിൽക്കുന്നുണ്ട്. ഇവരിനിയും ശരിക്കും കപ്പിൾസ് ആണോ എന്നൊക്കെ ഗോയ സംശയം ചോദിക്കുന്നു. സു എന്റെ കൂടെയല്ല നാദുലിന്റെ കൂടെയാണ് ഇരിക്കേണ്ടത് എന്നൊക്കെയാണ് യൂജു മറുപടി പറയുന്നത്. അവര് കപ്പിൾസ് ആയാലും തനിക്ക് ഇനിയും കുഴപ്പമില്ല എന്ന രീതിയിൽ തന്നെയാണ് യൂജു പറയുന്നത്. എന്നാലും അവളുടെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് എക്സ്ട്രാ ക്ലാസ് ആണ്. സു ആണെങ്കിൽ അവർക്കെല്ലാം ഒരു എക്സാം നടത്തുന്നു. ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് എക്സാം എഴുതുന്നത്. കാരണം ഈ ഇരിക്കുന്നതെല്ലാം ടോപ്പേഴ്സ് അല്ലേ. ആ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാതിരിക്കുന്നത് യൂജു മാത്രമാണ്. അങ്ങനെ സു ആണെങ്കിൽ എല്ലാവരോടും സബ്മിറ്റ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്നു. ആ സമയത്ത് തന്നെയാണ് യൂജു എഴുതാൻ തന്നെ തുടങ്ങുന്നത്. അത്ര നേരം ഒന്നും ചെയ്യാതിരുന്ന യൂജു ആണെങ്കിൽ ആ പേപ്പറിൽ എന്തൊക്കെയോ എഴുതുന്നു. സമയം കഴിഞ്ഞിട്ടും യൂജു എന്തൊക്കെയോ എഴുതുന്നത് കണ്ടിട്ട് സു ആണെങ്കിൽ അവളോട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടുന്നു. അങ്ങനെ യൂജു ആ പേപ്പർ സുവിന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുത്തു. അവൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരു ആൻസറും ഇല്ല. ഇവളാണെങ്കിൽ എന്തൊക്കെയോ എഴുതുന്നത് പോലെ കണ്ടിരുന്നതല്ലേ, എന്നിട്ടും ഇവൾ എന്താണൊന്നും ആൻസർ ചെയ്യാതിരുന്നത് എന്ന രീതിയിലാണെങ്കിൽ സു യൂജുവിനെ നോക്കുന്നു. യൂജു പെട്ടെന്ന് തന്നെ ആ പേപ്പർ ആണെങ്കിൽ തിരിച്ച് അവനെ കാണിക്കുന്നു. അതിൽ യൂജു ആണെങ്കിൽ എന്തൊക്കെയോ എഴുതിയിരുന്നു. സു അതെല്ലാം വായിച്ചു. അബ്സല്യൂട്ട് വാല്യൂ എന്നാൽ മറ്റൊന്നുമായും ബന്ധമില്ലാതെ സ്വയം നിൽക്കുന്ന ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു നിബന്ധനയോ നിയന്ത്രണമോ ഇല്ലാതെ അതിനോട് തുല്യമായി മറ്റൊന്നിനെ പറയാൻ കഴിയാത്ത ഒന്നിനെയാണ് അബ്സല്യൂട്ട് വാല്യൂ എന്ന് വിളിക്കുന്നത്. താഴെ പറയുന്ന പ്രണയത്തിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്തുക. ഗ്ലാസ് ഡിവൈഡഡ് ബൈ പീജൻ മൾട്ടിപ്ലൈ ബൈ ദ സ്ക്വയർ റൂട്ട് ഓഫ് എമർജൻസി റൂം പ്ലസ് ദി സ്ക്വയർ ഓഫ് ദി ആഫ്റ്റർ ക്ലാസ് പ്ലസ് നോവൽ മൾട്ടിപ്ലൈ ബൈ ദ ലിമിറ്റ് ഓഫ് ദി ബസ് സ്റ്റോപ്പ്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇതാണ് യൂജു സൂന് ആ പേപ്പറിൽ എഴുതി കൊടുത്തിരുന്നത്. മാത്സ് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞ എല്ലാവരും യൂജു പറഞ്ഞ ആ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് ഇടണേ. മാത്സ് ഇഷ്ടമല്ലാത്ത നമുക്കാണെങ്കിൽ കേൾക്കാത്ത പോലെ ഇരിക്കാം. നമ്മുടെ മാത്സ് പ്രൊഫസർ ആയ സു ആണെങ്കിൽ ഇപ്പോൾ അത് സോൾവ് ചെയ്യുന്ന വെച്ചാൽ അങ്ങനെയല്ല. യൂജു ആണെങ്കിൽ അബ്സല്യൂട്ട് എന്ന് എഴുതിയതിന്റെ സ്പെല്ലിംഗ് തെറ്റായിരുന്നു. സു ആണെങ്കിൽ അത് കറക്റ്റ് ആക്കി കൊടുക്കുവാണ് ചെയ്തത്. നിന്റെ സ്പെല്ലിംഗും ഇക്വേഷനും ആകെപ്പാട് തെറ്റാണ്. ഇതിനെന്തെങ്കിലും ആൻസർ ഉണ്ടോ എന്നൊക്കെ സു തിരക്കി.
പിന്നെ ഉറപ്പായിട്ടും ഇതിനൊരു ആൻസർ ഉണ്ട്. കുറെ ദിവസം കൊണ്ട് ഞാൻ ഇത് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെയാണെങ്കിൽ യൂജു മറുപടി പറയുന്നു. എന്നാൽ ഇതിന്റെ ആൻസർ എന്താണ് എന്നൊക്കെ സു ചോദിക്കുന്നു. എനിക്ക് ഇതിൽ ഒരു ഉത്തരം മാത്രമാണ് കിട്ടിയത്. എന്നെ സംബന്ധിച്ച് എന്റെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നൊക്കെ യൂജു മറുപടി പറയുന്നു. യൂജു ആണെങ്കിൽ സുവിനെ പ്രൊപ്പോസ് ചെയ്തതാണ്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുവും യൂജുവും റിലേഷനിലാകുമോ എന്നൊക്കെ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇനി നമുക്ക് ഒരു എപ്പിസോഡ് കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.